ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 123-ാം ബൂത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഏരൂർ ആർച്ചലിൽ സംഘടിപ്പിച്ചു. കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന M. മുകേഷിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏരൂർ ആർച്ചലിൽ ഏകീകരിക്കുന്നതിനു വേണ്ടിയാണ് ബൂത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തിയത്. CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം T. അജയൻ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നാടമുറിച്ച് നിർവഹിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഭരണപ്രതിപക്ഷമില്ലാതെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ MLA-മാർ പറയുന്നതനുസരിച്ച് കിഫ്ബി ഫണ്ടടക്കം സമാഹരിച്ചുകൊണ്ട് അതിമനോഹരമായ റോഡുകൾ യാഥാർത്ഥ്യമാക്കിയെന്ന് ബൂത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച വേളയിൽ CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം T. അജയൻ പറഞ്ഞു. ആഘോഷങ്ങളെ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം. മനുഷ്യജീവൻ മരണപ്പെട്ടാലും അത് നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. അത് ആ കുടുംബത്തിനും നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും എല്ലാം നഷ്ടമാണ്. ഉറൂന്നിൽ CPIയുടെ മണ്ഡലം സെക്രട്ടറി ആയിരുന്ന സഖാവ് പ്രദീപടക്കം ആ റോഡിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. കാരണം വളവും തിരിവുമുള്ള റോഡിൽ ഒരു വാഹനം കടന്നു വന്നാൽ അപ്പുറത്ത് വരുന്ന വാഹനത്തിന് സൈഡ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഏറ്റവും വലിയ പാർലമെന്റേറിയൻ എന്താണ് പാർലമെന്റിൽ പറഞ്ഞുകൊണ്ട് ഈ കൊല്ലം ചെങ്കോട്ട റോഡയുടെ ഏറ്റവും പ്രധാനപ്പെട്ടമായ പുനലൂർ ചെങ്കോട്ട റോഡെങ്കിലും ഒന്ന് വീതി കൂട്ടി നവീകരിക്കാൻ പ്രിയപ്പെട്ട പ്രേമേന്ദ്രൻ MP കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ നാട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. എവിടെയെങ്കിലും 3 ലക്ഷം രൂപ കൊടുത്തൊരു ഹൈഹാസ് ലൈറ്റ് വെച്ച് അവിടെ ഒരു ബോർഡ് വെക്കുന്നതാണോ MP-യുടെ പ്രവർത്തനം? ഇപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി 2 വർഷം ഞാൻ ഇരുന്നാണ്. ഇപ്പൊ എന്റെ കൂടെ ഇരുന്ന ജനപ്രതിയാണ് സൗ നസീർ. ഒരു വാർഡിൽ പഞ്ചായത്ത് മെമ്പർമാർ 3-4 ഹൈമാസ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. നസീറിന്റെ വാർഡിൽ അതിൽ കൂടി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങും ബോർഡുകൾ കാണാനില്ല. നമ്മുടെ പഞ്ചായത്ത് ജനപ്രതികൾ വെക്കുന്നതാണ്. അപ്പൊ നമുക്ക് ബോർഡ് വെക്കേണ്ട ആവശ്യമില്ല. എത്ര ലക്ഷം രൂപയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തിനകത്ത് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള നമ്മുടെ ജനപ്രതികൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു? അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ള ശ്രീ NK പ്രേമചന്ദ്രൻ MP-ക്ക് 10 വർഷക്കാലം MP ആയിരുന്നപ്പോൾ ഈ നാടിനു വേണ്ടി, ഏരൂർ പഞ്ചായത്തിന് വേണ്ടി, അയലറ മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് ഈ നാടിന്റെ വികസന പ്രവർത്തനം എന്തെങ്കിലും കുറവുണ്ടോ? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുന്നു. ത്രിതല പഞ്ചായത്ത് ഭരണ സമിതി സംവിധാനങ്ങൾ ഭൂരിപക്ഷവും ഇടതുപക്ഷവും, MLA ഇടതുപക്ഷം. നമ്മുടെ ഏരൂർ വിളക്കുമാറ റോഡ് നോക്കൂ, അതിമനോഹരമായ റോഡ്, വരയും കുറിയും ഒക്കെ ഉള്ള റോഡ്. രാജ് സാർ പറയുന്നതാ വരയും കുറിയും ഉള്ള റോഡ്. നമുക്ക് ഇതൊക്കെ കാണാൻ കഴിയുന്നു. മുമ്പ് നമ്മൾ ഇതിന് പട്ടണത്തിൽ പോകുമ്പോഴാണ് വരയും കുറിയും ഉള്ള റോഡൊക്കെ കാണാൻ പോകുന്നു. ഇപ്പൊ എന്താ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോ ഭരണ പ്രതിപക്ഷമില്ലാതെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ MLA-മാർ പറയുന്നതനുസരിച്ച് കിഫ്ബി ഫണ്ടടക്കം സമാഹരിച്ചുകൊണ്ട് അതിമനോഹരമായ റോഡുകൾ യാഥാർത്ഥ്യമാക്കി. തുടർന്ന് നടന്ന പൊതുയോഗം NREG വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K. അനിമോൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനാധിപത്യ നടപടിക്രമത്തിൽ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, ബ്ലോക്ക് തെരഞ്ഞെടുപ്പുണ്ട്, ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട്, ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട്. ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം പ്രാധാന്യം നമ്മുടെ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ വലിയ പ്രാധാന്യമാണ്, വലിയ ഗൗരവമായ പ്രാധാന്യമെന്നാണ് നമ്മൾ എല്ലാ തെരഞ്ഞെടുപ്പിലും പറയാറ്. പക്ഷെ 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ച്, ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സംബന്ധിച്ച്, കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും ഒക്കെ സംബന്ധിച്ച്, ചെറുപ്പക്കാരെയൊക്കെ സംബന്ധിച്ച് അതീവ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ അതീവ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഈ രാജ്യത്ത് നടത്തിയിട്ടുണ്ട്. ഈ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളുടെ ഒരു ക്രമീകരണം അല്ലെങ്കിൽ നിരീക്ഷണം നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യരാഷ്ട്രസഭ പ്രത്യേക പ്രതിനിധികളെ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ നിരീക്ഷിക്കാൻ. എന്തായിരിക്കും അതിന്റെ ഗൗരവം എന്ന് ആലോചിച്ചു. ലോകരാഷ്ട്രങ്ങളടക്കം
നമ്മുടെ ഐക്യരാഷ്ട്രസഭ അടക്കം വളരെ ഗൗരവമായി വളരെ സീരിയസ് ആയി 18ാം ലോക്സഭയിലേക്ക് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ കാണുകയും ആ തെരഞ്ഞെടുപ്പിന്റെ നിരീക്ഷണത്തിന് വേണ്ടി ആളുകളെ നിയമിക്കുകയും ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, രാജ്യത്തിന്റെ പ്രതിപക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാരെയെല്ലാം ED ഉപയോഗിച്ചുകൊണ്ട് കേസുകളിൽ പ്രതിയാക്കി ജയിലിൽ അടച്ചപ്പോൾ അത് ശരിയായില്ല എന്ന് പറയുവാൻ ലോക നേതാക്കൾ തയ്യാറാകുന്നു. ഒരിക്കൽ പോലും നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. ലോക നേതാക്കന്മാർ, വിവിധ രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ സാധാരണ ഇടപെടാറില്ല. ഒറ്റ കാര്യത്തിൽ ഇടപെട്ടുള്ളൂ. എപ്പോഴാണ് 2022 ഗുജറാത്തിൽ വംശഹത്യ നടത്തിയ നരേന്ദ്രമോദിയെ രാജ്യത്തിന് പുറത്തേക്ക് ഞങ്ങൾ കയറ്റില്ല, മറ്റൊരു രാജ്യത്തേക്ക് കയറ്റില്ല എന്ന് പറയാനേ അവർ ഇടപെട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ ബൂത്ത് പ്രസിഡന്റ് സന്തോഷ് കുമാർ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ബൂത്ത് സെക്രട്ടറി ഉദയൻ സ്വാഗതം പറഞ്ഞു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S നൌഷാദ്, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. LDFിലെ നിരവധി പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ സുനിൽ G, കരവാളൂർ. ആഘോഷങ്ങളെ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.